ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മൾ 6ാം ക്ലാസ്സിലെ തേർഡ് ചാപ്റ്ററാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്, ഫ്രാക്ഷൻ എന്ന് പറഞ്ഞ്. അതിനകത്തെ ലാസ്റ്റ് ഒരു പ്രോബ്ലം, അതായത് നമ്മൾ പേജ് നമ്പർ 40-ലെ സെക്കൻഡ് പ്രോബ്ലം ഹോംവർക്ക് തന്നാണ് നടത്തിയത്. അപ്പോൾ ആ പ്രോബ്ലത്തിൽ തന്നെ തുടങ്ങാം. എ 2 meter long rope is cut into 5 equal pieces. What is the length of 3/4 of one piece? How many centimeters is this? അതായത് 2 മീറ്റർ നീളമുള്ള ഒരു റോപ്പ് കയറ് 5 തുല്യ കഷ്ണങ്ങളാക്കി. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള ഒരു കഷ്ണത്തിൻ്റെ 3/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? അത് എത്ര സെൻറ്റിമീറ്റർ ആണ്? ഓക്കെ, അപ്പോൾ നമ്മൾ പറയാം 2 മീറ്റർ നീളമുള്ള ഒരു റോപ്പിനെ 5 ഈക്വൽ പീസാക്കി. അങ്ങനെയുള്ള ഒരു പീസിൻ്റെ നീളം എന്താണ് നോക്കാം. ആകെ നീളം 2 മീറ്റർ. അങ്ങനെയാണെങ്കിൽ ലെങ്ത് ഓഫ് ഈച്ച് പീസ്, ഓരോ പീസിൻ്റെയും നീളം എന്താണ്? 5 പാർട്സ് ആക്കിലാക്കിയല്ലോ. 1/5 ഓഫ് 2 ഈക്വൽ ടു 2/5 മീറ്റർ. ഓക്കെ, ഇനി ഇതിൻ്റെ 3/4. 3/4 എന്ന് പറഞ്ഞാൽ 3/4 ഓഫ് 1 പീസ്. 3/4 എന്ന് പറഞ്ഞാൽ 3/4. 3/4 ഓഫ് 1 പീസ് ഈക്വൽ ടു 3/4 ഓഫ് ഒരു പീസിൻ്റെ നീളം എന്താണ്? 2/5 മീറ്റർ, വിച്ച് ഈസ് ഈക്വൽ ടു 3/4 ഇൻറ്റു 2/5, which is equal to 3 into 2 6, 4 into 5 20, is equal to 3/10 meter. Okay, മുകളിലും താഴെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ദെൻ എന്ത് കിട്ടി? 3/10 മീറ്റർ എന്ന് കിട്ടി. ഇനി ചോദിച്ചെന്താണ് ലാസ്റ്റ് പാർട്ട്? ഹൗ മെനി സെൻറ്റിമീറ്റേഴ്സ് ഈസ് ദിസ്? ഓക്കെ, അപ്പോൾ 3/10 മീറ്റർ ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്റർ. 3 into 100/10, which is equal to 30 centimeter. എന്നാണ് കിട്ടും? 3/10 മീറ്റർ എന്ന് പറഞ്ഞാൽ 30 സെൻറ്റിമീറ്റർ. ഓക്കെ, അതായത് 1 മീറ്റർ 2 മീറ്റർ നീളമുള്ള റോപ്പിനെ 5 കഷ്ണങ്ങളാക്കിയാൽ ഒരു കഷ്ണത്തിൻ്റെ നീളം 2/5 മീറ്റർ. അങ്ങനെയുള്ള ഒരു കഷ്ണത്തിൻ്റെ 3/4 പോർഷൻ്റെ നീളം 3/4 ഓഫ് 2/5. 3/4 into 2/5 6/20. അതിന് ചെറുതാക്കി 3/10 എന്ന് എഴുതി. ദെൻ 3/10 മീറ്റർ എന്ന് പറഞ്ഞാൽ 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതിനെ എത്ര 3/10 മീറ്റർ എന്നുള്ളത് 3/10 ഇൻറ്റു 100. അപ്പോൾ 3 ഇൻറ്റു 100 ഡിവൈഡ് ബൈ 10, ഒരു 0 ഞാൻ ക്യാൻസൽ ചെയ്തു. അപ്പോൾ 3 ഇൻറ്റു 10 30 സെൻറ്റിമീറ്റർ. ഓക്കെ, അതിന് അടുത്ത പ്രോബ്ലം നോക്കാം. 3 liters ഓഫ് വാട്ടർ ഈസ് യൂസ്ഡ് ടു ഫിൽ 4 identical ബോട്ടിൽ. 1 bottle ഈസ് യൂസ്ഡ് ടു ഫിൽ 5 identical cups. ഹൗ മെനി വാട്ടർ ഈസ് ഇൻ 1 cup? ഹൗ മെനി milliliters ഈസ് ദിസ്? എന്നൂടെ പറയാം. 3 liters of water is used to fill 4 identical bottle. 3 ലിറ്റർ വെള്ളം കൊണ്ട് ഒരുപോലെയുള്ള 4 ബോട്ടിൽ നിറയ്ക്കാം. ഇനി 1 bottle is used to fill 5 identical cups. ഒരു ബോട്ടിലെ വെള്ളം കൊണ്ട് ഒരുപോലെയുള്ള 5 കപ്പിൽ വെള്ളം നിറയ്ക്കാം. അങ്ങനെയാണെങ്കിൽ ഹൗ മച്ച് വാട്ടർ ഈസ് ഇൻ 1 കപ്പ്? ഒരു കപ്പിലുള്ള വെള്ളത്തിൻ്റെ അളവ് എന്താണ്? ഹൗ മെനി മില്ലിലിറ്റേഴ്സ് ഈസ്? അത് എത്ര മില്ലി ലിറ്റർ ആണ്? ഓക്കെ, നോക്കാം. അതായത് ഒരുപോലെയുള്ള ആദ്യം പറഞ്ഞ എന്താ? 4 ഐഡൻറ്റിക്കൽ ബോട്ടിലും കൂടെ ആകെ 3 ലിറ്റർ വെള്ളം കൊള്ളും. ഓക്കെ, അപ്പം നമ്മൾ ഒരുപോലെയുള്ളതായിട്ട് കൺസിഡർ ചെയ്യുക. ഇങ്ങനെ 4 ബോട്ടിലുണ്ട്. ഷേപ്പ് കൊണ്ട് നോക്കേണ്ട, ഒരുപോലെയുള്ള 4 ബോട്ടിൽ. അതിനാകെ ഈ 3 ലിറ്റർ വെള്ളം കൊണ്ട് ഒരുപോലെയുള്ള 4 ഐഡൻറ്റിക്കൽ ബോട്ടിലിൽ വെള്ളം നിറയ്ക്കാം. ഇനി ഒരു ബോട്ടിലെ വെള്ളം കൊണ്ട് എന്താണ്? ഒരു ബോട്ടിലെ വെള്ളം കൊണ്ട് എത്ര കപ്പ് നിറയ്ക്കാമെന്ന് പറഞ്ഞേ? 5 കപ്പിൽ വെള്ളം നിറയ്ക്കാം. അതായത് ഒരു ബോട്ടിലെ വെള്ളം കൊണ്ട് ഇങ്ങനെയുള്ള 5 കപ്പിൽ വെള്ളം നിറയ്ക്കാം. കോഴയുള്ള കപ്പാണ്. 5 കപ്പിൽ വെള്ളം നിറയ്ക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു കപ്പിലുള്ള വെള്ളത്തിൻ്റെ അളവ് എന്താണ്? ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഒരു ബോട്ടിലുള്ള വെള്ളത്തിൻ്റെ അളവ് എടുക്കാം. അപ്പം ഒരു ബോട്ടിലുള്ള വെള്ളത്തിൻ്റെ അളവ് കണ്ടുപിടിച്ചാലുള്ള നമുക്ക് ഒരു കപ്പിലുള്ള കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഇൻ 1 ബോട്ടിൽ, ഒരു ബോട്ടിൽ കൊടുക്കുന്ന വെള്ളത്തിൻ്റെ അളവ്. അപ്പം 3 ലിറ്റർ വെള്ളം കൊണ്ട് ഒരുപോലെയുള്ള 4 ബോട്ടിൽ നിറയ്ക്കാമെന്ന് പറഞ്ഞാൽ, അപ്പോൾ ഒരു ബോട്ടിലെ വെള്ളം എന്തായിരിക്കും? 3 ലിറ്ററിൻ്റെ 1/4 ഭാഗമായിരിക്കും ഒരു ബോട്ടിലുള്ളത്. ശരിയല്ലേ? കാരണം 3 ലിറ്റർ വെള്ളം കൊണ്ടാണ് നമുക്ക് 4 പാത്രങ്ങൾ നിറയ്ക്കാൻ പറ്റും, 4 കുപ്പികൾ നിറയ്ക്കാൻ പറ്റുന്നത്. അപ്പോൾ ഒരു കുപ്പിയിലുള്ള വെള്ളം എന്തായിരിക്കും? 3 ലിറ്ററിൻ്റെ 4/1. 1/4 ഓഫ് 3, which is equal to 3/4 ലിറ്റർ. ഇനി
ഇങ്ങനെയുള്ള ഒരു കുപ്പിയിലെ പാത്രം കൊണ്ട് എത്ര പാത്രത്തിൽ നിറയ്ക്കാം? 5 കപ്പിൽ നിറയ്ക്കാം. അപ്പോൾ ഒരു കപ്പിലുള്ള വെള്ളത്തിൻ്റെ അളവ്, ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഇൻ 1 കപ്പ്, ഒരു കപ്പിലുള്ള വെള്ളത്തിൻ്റെ അളവ്. ഓക്കെ, ഒരു കപ്പിൽ നിന്ന് നോക്കി, ഒരു ബോട്ടിലെ വെള്ളം കൊണ്ട് എത്ര കപ്പ് നിറയ്ക്കാം? 5 കപ്പ് നിറയ്ക്കാം. അതായത് 3/4 ലിറ്റർ വെള്ളം കൊണ്ട് 5 കപ്പ് നിറയ്ക്കാം. ഒരുപോലെയുള്ള 5 കപ്പ് നിറയ്ക്കാമെങ്കിൽ ഒരു കപ്പിലുള്ള വെള്ളത്തിന് അളവ് എന്തായിരിക്കും? ഈ ഒരു പാത്രത്തിലെ വെള്ളത്തിൻ്റെ 5/1 പോർഷൻ ആയിരിക്കും ഇതുപോലുള്ള ഒരു കപ്പിലുള്ളത്. ശരിയല്ലേ? അപ്പം എന്ത് പറയാം? 1/5 ഓഫ് ഒരു ബോട്ടിലുള്ള വെള്ളത്തിൻ്റെ അളവ് എത്രയാ? 3/4 ലിറ്റർ ഈക്വൽ ടു 1/5 ഇൻറ്റു 3/4 ഇറ്റ് ഈസ് ഈക്വൽ ടു 3/20 ലിറ്റർ. ഓക്കെ, ഇപ്പം എന്ത് കിട്ടി? ഒരു കപ്പിലുള്ള വെള്ളത്തിൻ്റെ അളവ് 3/20 ലിറ്റർ എന്ന് കിട്ടി. ഇനി ലാസ്റ്റ് ചോദിച്ചാൽ എന്താണ്? അത് എത്ര മില്ലി ലിറ്റർ ആണ്? ഓക്കെ, 3/20 ലിറ്റർ എന്നുള്ളതിനെ മില്ലി ലിറ്റർ ആക്കാൻ എന്താ പറയാം? 1 ലിറ്റർ ഈസ് ഈക്വൽ ടു 1000 മില്ലി ലിറ്റർ. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ 3/20 ഇൻറ്റു 1000 വിച്ച് ഈസ് ഈക്വൽ ടു 3000 ഡിവൈഡഡ് ബൈ 20. ക്യാൻസൽ ചെയ്യുമ്പോൾ എന്ത് വരും? 150 മില്ലി ലിറ്റർ. ഇങ്ങനെയാണ് 3/20 ഇൻറ്റു 1000 ചെയ്യുമ്പോൾ എന്ത് വരും? 3 ഇൻറ്റു 1000 3000. 3000 ഡിവൈഡ് ബൈ 20. ഒരു 0 ക്യാൻസൽ ചെയ്തു. 300/2 എന്ന് കിട്ടി. അപ്പോൾ 150 മില്ലി ലിറ്റർ. ഒന്നുകൂടെ പറയാം, 3 ലിറ്റർ വെള്ളം കൊണ്ട് ഒരുപോലെയുള്ള 4 കുപ്പിയിൽ നിറയ്ക്കാം. അങ്ങനെയുള്ള ഒരു കുപ്പിയിലെ വെള്ളം കൊണ്ട് ഒരുപോലെയുള്ള 5 കപ്പ് നിറയ്ക്കാം. അങ്ങനെയെങ്കിൽ ഒരു കപ്പിലുള്ള വെള്ളത്തിൻ്റെ അളവ് എന്താണ്? അതിനുവേണ്ടി നമ്മൾ ആദ്യമേ ഒരു കുപ്പിയിൽ കൊള്ളുന്ന വെള്ളത്തിൻ്റെ അളവ് കണ്ടുപിടിച്ചു. 3 ലിറ്ററിനെ 4 തുല്യ ഭാഗങ്ങളാക്കിയാലാണ് ഒരു കുപ്പിയിലുള്ള കിട്ടുന്നത്. അപ്പോൾ 1/4 ഓഫ് 3, അപ്പോൾ 3/4 ലിറ്റർ എന്ന് കിട്ടി. ഓക്കെ, പിന്നെ ഒരു കുപ്പിയിലെ വെള്ളം കൊണ്ട് ഒരുപോലെയുള്ള 5 കപ്പ് നിറയ്ക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു കപ്പിനെ വെള്ളം കണ്ടുപിടിക്കാനോ? അതായത് ഒരു കുപ്പിയിലെ വെള്ളം കൊണ്ട് 5 ആയിട്ട് ഡിവൈഡ് ചെയ്യാമെങ്കിൽ അതിൽ ഒരു ഓപ്ഷനാണ് ഒരു കപ്പിലുള്ളത്. അപ്പോൾ 1/5 ഓഫ് 3/4 എന്ത് കിട്ടി? 1/5 ഇൻറ്റു 3/4 3/20 ലിറ്റർ. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ ആ 3/20 ലിറ്റർ എന്നുള്ളത് മില്ലി ലിറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുക. 3/20 ഇൻറ്റു 1000 ചെയ്തു. ഇപ്പോൾ 3000/20 കിട്ടി. അങ്ങനെ 150 മില്ലി ലിറ്റർ കിട്ടി. അപ്പോൾ ഒരു ലാസ്റ്റ് ആൻസർ ചെയ്ത് വെക്കുക. ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് ഇൻ 1 കപ്പ് ഈസ് ഈക്വൽ ടു 150 മില്ലി ലിറ്റർ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A 5 kilogram pumpkin is cut into 5 equal pieces. Each piece is further cut into 2. What is the weight of each such piece? How many grams is this? ഓക്കെ, അതായത് 5 കിലോഗ്രാം ഭാരമുള്ള ഒരു മത്തങ്ങ 5 തുല്യ കഷ്ണങ്ങളാക്കി. അതിൽ ഓരോ കഷ്ണവും വീണ്ടും 2 കഷ്ണങ്ങളും കൂടെ ആക്കി. അതായത് ഓരോ കഷ്ണവും വീണ്ടും 2ആയിട്ട് ഡിവൈഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള ഏറ്റവും ചെറിയ ആ 2ആക്കിയ പീസിലെ ഒരു പീസിൻ്റെ വെയിറ്റ് എന്താണ്? അത് എത്ര ഗ്രാം ആണ്? ഓക്കെ, 5 കിലോഗ്രാം ഭാരമുള്ള ഒരു വലിയ മത്തങ്ങ 5 തുല്യ കഷ്ണങ്ങളാക്കി. 1 2 3 4 5 പീസാക്കി. ചുമ്മാ കൺസിഡർ ചെയ്യുക, ഷേപ്പ് ഒന്നും നോക്കണ്ട. 5 കിലോഗ്രാം ഭാരമുള്ള ഒരു മത്തങ്ങ 5 തുല്യ കഷ്ണങ്ങളാക്കി. 5 തുല്യ കഷ്ണങ്ങളാക്കുമ്പോൾ ഓരോ പീസിൻ്റെയും വെയിറ്റ് എന്തായിരിക്കും? 1 കിലോഗ്രാം വീതമായിരിക്കും. കാരണം എന്താ? ഈക്വൽ ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്, ആണല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്ത് പറയാം? ഈച്ച് പീസ് ഈസ് ഫർദർ കട്ട് ഇൻറ്റു 2. ഇങ്ങനെയുള്ള ഒരു പീസ് ഞാൻ എടുത്തു. ഇങ്ങനെയുള്ള ഒരു പീസിനെ വീണ്ടും 2ആയിട്ട് കട്ട് ചെയ്തു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പീസിൻ്റെ ടോട്ടൽ വെയിറ്റ് എത്രയായിരുന്നു? 1/1 കിലോഗ്രാം. അതിനെ പകുതി ആക്കിയാലോ? 1/2 kg വെച്ചാൽ. അതായത് ഓരോ പീസിൻ്റെ നീളം, ഇങ്ങനെയുള്ള ഒരു പീസിൻ്റെ നീളം എന്താണ്? 1/2 കിലോഗ്രാം. ഇനി ഹൗ മച്ച് എന്ത് പറയാം? വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് ഈച്ച് സച്ച് പീസ്? 1/2 കിലോഗ്രാം എന്ന് കിട്ടി. ദെൻ ഹൗ മെനി ഗ്രാം? 1/2 കിലോഗ്രാം എന്ന് വെച്ചാൽ 500 ഗ്രാം. സിമ്പിളാണ്. ഇനി സ്റ്റെപ്പ് നോക്കാം. വെയിറ്റ് ഓഫ് പംകിൻ. വെയിറ്റ് ഓഫ് പംകിൻ എത്ര വരും? 5 kg. If it is cut into 5, weight of each piece 1/5 of 5 എന്ത് വരും? 1 kg. ഇനി further it is cut into 2, weight of each piece equal to
എന്താ ഹാഫ് ഓഫ് 1 kg. ശരിയല്ലേ? പകുതിയാക്കി. ഹാഫ് ഓഫ് ഒരു പീസിൻ്റെ വെയിറ്റ് എന്ത് വരും? ഹാഫ് കിലോഗ്രാം. ഇനി അതിനെ ഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഹാഫ് ഇൻറ്റു 1000 ഗ്രാം. ഇങ്ങനെയാണ് 1000/2 500 ഗ്രാം എന്ന് കിട്ടണം. എന്താണ് 1000 ഗ്രാം? എന്താ 1 കിലോഗ്രാമിനെ ഗ്രാമിലോട്ട് മാറ്റാൻ എന്ത് ചെയ്താൽ മതി? 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അങ്ങനെയാണ് 500 ഗ്രാം കിട്ടണം. ഓക്കെ, അതായത് 5 കിലോഗ്രാം ആയിട്ടുള്ളൊരു പങ്കിനെ 5 തുല്യ കഷ്ണങ്ങളാക്കിയാൽ ഓരോ പീസിന് നീളം 1 കിലോഗ്രാം ആവും. അങ്ങനെയുള്ളൊരു പീസിനെ വീണ്ടും 2 ആയിട്ട് കട്ട് ചെയ്താൽ ഹാഫ് കിലോഗ്രാം ആവും. അതിൻ്റെ വെയിറ്റ് 500 ഗ്രാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കാൽക്കുലേറ്റ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് യൂസിങ് മൾട്ടിപ്ലിക്കേഷൻ. താഴെ തന്നിരിക്കുന്നതിനെ മൾട്ടിപ്ലിക്കേഷൻ യൂസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യുക. സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. ഓഫ് മാറ്റി അവിടെ ഇൻറ്റു സൈൻ ഇട്ടാൽ മതി. അതായത് 3/7 ഓഫ് 2/5. 3/7 ഓഫ് 2/5 equal to 3/7 into 2/5 which is equal to 6/35. Next one, 3/5 of 2/7. 3/5 of 2/7 which is equal to 3/5 into 2/7 which is equal to 6/35. Next one, 2/3 of 3/4. 2/3 of 3/4 which is equal to 2/3 into 3/4 which is equal to 6/12 which is equal to 1/2. 1/2 വരാൻ കാരണം മുകളിൽ താഴെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് പോകുമ്പോൾ 1/2 കിട്ടും. 6/12 മുകളിൽ താഴെയും 6 കൊണ്ട് ആദ്യമേ തന്നെ ഡിവൈഡ് ചെയ്താൽ 1/2 എന്ന് കിട്ടും. ലാസ്റ്റ് വൺ, 6/5 ഓഫ് 3/10 which is equal to 6/5 into 3/10 which is equal to 18/50 which is equal to 9/25. മുകളിലും താഴെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 9/25 കിട്ടും. ഓക്കെ, ഇത്രയാണ് ഇതിൻ്റെ എക്സസൈസ് ചെയ്തിട്ടുള്ളത്. ഞാൻ അടുത്ത് നോക്കാം. പാർട്ട് ഇൻ ടൈംസ് എന്നുള്ള പാർട്ട് പേജ് നമ്പർ 40-ലാണ്. ഓക്കെ, എ ബോട്ടിൽ ക്യാൻ ഹോൾഡ് 1.5 liters ഓഫ് വാട്ടർ. 4 such bottles of water is poured into a jar. How much water is there in the jar? നോക്കാം. ഈ ക്വസ്റ്റൻ എന്തായിരുന്നു? എ ബോട്ടിൽ ക്യാൻ ഹോൾഡ് 1.5 liters ഓഫ് വാട്ടർ. ഒരു ബോട്ടിൽ 1.5 ലിറ്റർ വെള്ളം കൊള്ളും. 4 such bottles of water is poured into a jar. അങ്ങനെയുള്ള 4 ബോട്ടിലെ വെള്ളം ഒരു ജാറിലോട്ട് ഒഴിച്ചു. അങ്ങനെയെങ്കിൽ ഹൗ മച്ച് വാട്ടർ ഈസ് ദെയർ ഇൻ ദി ജാർ? ഓക്കെ, നോക്കാം. അപ്പോൾ എന്താണ്? 1.5 ഒരു ബോട്ടിലിൽ 1.5 ലിറ്റർ വെള്ളം കൊള്ളും. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് നോക്കിയാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ? ജാറിലുള്ള വെള്ളത്തിന് അളവ് എന്താണ്? അതിനുവേണ്ടി എന്തൊക്കെ തന്നിട്ടുണ്ട്? ഒരു ബോട്ടിലിൽ കൊള്ളുന്ന വെള്ളത്തിന് അളവ് അറിയാം. അങ്ങനെയുള്ള 4 ബോട്ടിലെ വെള്ളമാണ് ജാറിൽ ഒഴിച്ചതെന്ന് അറിയാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ഇതിനകത്ത് തന്നെ സ്റ്റെപ്പ് ഉണ്ടാക്കാൻ എന്താണ് കൊടുക്കേണ്ടത്? എന്ത് കൊടുക്കാം? ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഇൻ 1 ബോട്ടിൽ. ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഇൻ 1 ബോട്ടിൽ. ഒരു ബോട്ടിൽ കൊള്ളുന്ന വെള്ളത്തിന് അളവ് എന്താണ്? 1.5 ലിറ്റർ. ദെൻ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഇൻ ദി ജാർ എന്താണ് തന്നിരിക്കുന്നത്? എന്താണ്? 4 such bottles of water is poured into a jar എന്നല്ല. അങ്ങനെയുള്ള 4 ബോട്ടിലെ വെള്ളം ജാറിൽ ഒഴിച്ചു. ഇപ്പം എന്ത് പറയാം? 4 times 1/2 which is equal to 4 into 1/2. ഇനി ചെക്ക് ചെയ്യാം. നമുക്ക് ഈ 1/2നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ 1/2 എന്ന് പറഞ്ഞാൽ ഏത് ടൈപ്പ് ഫ്രാക്ഷനാണ്? അതൊരു മിക്സഡ് ഫ്രാക്ഷനാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ എന്താണ്? കഴിഞ്ഞ പ്രോബ്ലത്തിലൊക്കെ 4 into 1/2 എന്ന് എഴുതി. അപ്പോൾ നമ്മൾ 4/2 എന്ന് എഴുതി. അല്ലെങ്കിൽ ഇവിടെ ഒരു ഫ്രാക്ഷനെ വേറൊരു ഫ്രാക്ഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ എന്ത് ചെയ്യുക? ന്യൂമറേറ്റർ ഇൻറ്റു ന്യൂമറേറ്റർ ഡിവൈഡ് ബൈ ഡിനോമിനേറ്ററിൻ്റെ ഡിനോമിനേറ്റർ എന്നൊക്കെ ഇതിലായിരുന്നു. പക്ഷെ ഇവിടെ നോക്കിക്കേ, ഇതൊരു മിക്സഡ് ഫ്രാക്ഷനാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കേസ് വരുമ്പോൾ ഈ മിക്സഡ് ഫ്രാക്ഷനെ നമ്മൾ എന്താണ് എഴുതുന്നത്? ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷനാക്കി മാറ്റും. അതിനുശേഷമാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ 1/2നെ ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷനാക്കുക എന്ത് പറയാം? എന്താണ് ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ? അങ്ങനെ ഇവിടുത്തെ കോഷ്യൻ്റ് ഇൻറ്റു ഡിനോമിനേറ്റർ 1 into 2 പ്ലസ് ഈ ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ വിച്ച് ഇസ് ഈക്വൽ ടു 3/2. അതെന്ത് വരും? 4 into 3/2 which is equal to 12/2 which is equal to 6 ലിറ്റർ. ശരിയല്ലേ? ഇനി അല്ലെങ്കിൽ സിമ്പിളായിട്ട് ചിന്തിച്ചേ, ഒരു കുപ്പിയിലെ വെള്ളത്തിന് 1.5 ലിറ്റർ ആണെങ്കിൽ 2 കുപ്പി ആകുമ്പോൾ 3 ലിറ്റർ, 4 ആകുമ്പോൾ 6 ലിറ്റർ. സിമ്പിളായിട്ടും കിട്ടും. പക്ഷേ ഏതൊരു പ്രോബ്ലം വന്നാലും ചെയ്യേണ്ട പ്രോസസ്സ് എന്താണ്? ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ ആ മിക്സഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കുക, അതിനുശേഷം മൾട്ടിപ്ലിക്കേഷൻ നടത്തുക. ഓക്കെ,
അപ്പോൾ അടുത്ത ക്വസ്റ്റൻ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാം. ഈ ടെക്സ്റ്റ് ബുക്കിൽ അതിൻ്റെ ആൻസർ തന്നിട്ടുണ്ട്. സപ്പോസ് വി പോർ ഇൻ 3 bottles കണ്ടെയ്നിങ് 2.5 liters ഈച്ച്. അതായത് 2.5 ലിറ്റർ വീതം കൊള്ളുന്ന 3 ബോട്ടിലെ വെള്ളമാണ് ആ ജാറിൽ ഒഴിച്ചത് എങ്കിൽ ആ ജാറിലുള്ള വെള്ളത്തിൻ്റെ അളവ് എന്തായിരിക്കും? ഓക്കെ, നോക്കാം. ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഇൻ ജാർ. അതായത് നമ്മൾ ഒഴിച്ചത് 2.5 ലിറ്റർ വീതം കൊള്ളുന്ന 3 ബോട്ടിലെ വെള്ളമാണെങ്കിൽ അപ്പോൾ എന്താ പറയാം? 3 ബോട്ടിലെ വെള്ളം 3 ടൈംസ് 2/1/4. 3 into 2/1/4. ഇനി 2/1/4 എന്താക്കുക? മിക്സർ ഫ്രാക്ഷനിൽ നിന്ന് ഇംപ്രോപ്പർ ഫ്രാക്ഷനിലോട്ട് മാറ്റുക. അപ്പോൾ എന്ത് വരും? 3 into 2 into 4 8 plus 1 9/4 which is equal to 27/4 ലിറ്റർ. അപ്പോൾ എന്ത് വരും? 27/4 ലിറ്റർ എന്ന് വരും. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? അതിനെ തിരിച്ച് ഇംപ്രോപ്പർ ഫ്രാക്ഷനാക്കി മാറ്റുക, അല്ലെ മിക്സർ ഫ്രാക്ഷനാക്കി മാറ്റുക. അപ്പോൾ എന്ത് വരും? 6 3/4 ലിറ്റർ. ശരിയല്ലേ? 27/4 ചെയ്യുമ്പോൾ കോഷ്യൻ്റ് 6 കിട്ടും, റിമൈൻഡർ 3 കിട്ടും, ഡിനോമിനേറ്റർ 4 തന്നെ. അപ്പോൾ 6 3/4 ലിറ്റർ. അതായത് 2.5 ലിറ്റർ വീതം കൊള്ളുന്ന 3 ബോട്ടിലെ വെള്ളമാണ് ആ ജാറിൽ ഒഴിച്ചത് എങ്കിൽ എന്ത് പറയാം? നോക്കി, സിമ്പിളായിട്ട് ചിന്തിച്ച് 2.5 ചേരുമ്പോൾ 4.5, വീണ്ടും 2.5 ചേരുമ്പോൾ 6.25 ലിറ്റർ മനക്കണക്കായിട്ടും കണ്ടുപിടിക്കാം. ദെൻ അങ്ങനെയാണെങ്കിൽ വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. കാൽക്കുലേറ്റ് 5 times 3/1/2. അപ്പോൾ നമ്മൾ ഇത് ക്വസ്റ്റ്യൻ മാറി. കാൽക്കുലേറ്റ് 5 times 3/1/2. 3/1/2ൻ്റെ 5 times കണ്ടുപിടിക്കാമോ? ചെക്ക് ചെയ്യാം. 5 times 3/1/2. ഓക്കെ, നോക്കാം. എന്ത് പറയാം? 5 times 3/1/2. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? ടൈംസ് മാറ്റി ഇൻറ്റു ആക്കുക. നമ്മൾ 3 times 2 എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്? 3 into 2 എന്ന് പറഞ്ഞാൽ 5 times 3/1/2 is equal to 5 into 3/1/2. ഇനി അടുത്ത സ്റ്റെപ്പ് 3/1/2നെ ഇംപ്രോപ്പർ ഫ്രാക്ഷനാക്കി മാറ്റുക. അപ്പോൾ 5 into 3/1/2 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 3 into 2. ഒരു സ്റ്റെപ്പ് എഴുതാം. 3 into 2 പ്ലസ് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ബൈ ഡിനോമിനേറ്റർ. അപ്പോൾ എന്ത് വരും? 5 into 3 into 2 പ്ലസ് ഈ ന്യൂമറേറ്റർ 1 ഡിവൈഡഡ് ബൈ ഇവിടുത്തെ ഡിനോമിനേറ്റർ 2. എന്ത് വരും? 7/2 which is equal to 35/2 which is equal to 17 and 1/2. എങ്ങനെയാണ് ഈ 17 and 1/2 കിട്ടിയത്? 35നെ 2 കൊണ്ട് എഴുതുമ്പോൾ 17 കിട്ടും, റിമൈൻഡർ 1 കിട്ടും, കോഷ്യൻ്റ് അല്ലെ ഡിനോമിനേറ്റർ 2 തന്നെ, കോഷ്യൻ എന്താണ് റിമൈൻഡർ 1 ഡിനോമിനേറ്റർ 2. ഇവിടുത്തെ ഡിവൈസർ തന്നെ ഇവിടുത്തെ ഡിനോമിനേറ്റർ 2. അപ്പോൾ 17.5 ആണ് 5 times 3/1/2. അപ്പോൾ നോക്കിക്കേ, എന്താണ് ഇവിടെ ചെയ്ത്? കഴിഞ്ഞ പ്രോബ്ലത്തിലൊക്കെ ഇപ്പം എന്താണ് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്? ഒരു ഫ്രാക്ഷനെ അല്ലെങ്കിൽ ഒരു നമ്പറിനെ ഒരു മിക്സഡ് ഫ്രാക്ഷൻ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടതെങ്കിൽ ഫസ്റ്റ് ആ മിക്സഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ഫ്രാക്ഷനാക്കി മാറ്റുക, എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് ഒരു ഫ്രാക്ഷനെ 2 ഫ്രാക്ഷൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നോക്കേണ്ട കാര്യം തന്നിരിക്കുന്ന ഫ്രാക്ഷൻ ഏത് രീതിയിലുള്ളതാണെന്ന് നോക്കുക. മിക്സഡ് ഫ്രാക്ഷൻ ടൈപ്പ് പ്രോബ്ലങ്ങളാണ് വരുന്നതെങ്കിൽ ആ മിക്സഡ് ഫ്രാക്ഷനെ എന്താക്കി മാറ്റുക? ഒരു പ്രോപ്പർ ഫ്രാക്ഷനാക്കുക അല്ലെങ്കിൽ ഇംപ്രോപ്പർ ഫ്രാക്ഷനാക്കി മാറ്റുക, അതിനുശേഷം മൾട്ടിപ്ലിക്കേഷൻ നടത്തുക. നമ്മൾ പേജ് നമ്പർ 43-ലെ. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. ദ പ്രൈസ് ഓഫ് 1 kilogram ഓഫ് ഒക്ര ഈസ് 30 rupees. വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് 2.5 kilogram? അപ്പോൾ എന്ത് കൊടുക്കാം? 1 kilogram ഒക്രയുടെ പ്രൈസ് 30 rupees ആണെങ്കിൽ 2.5 kilogramൻ്റെ പ്രൈസ് എത്രയാണ്? ഓക്കെ, അപ്പോൾ എന്ത് കൊടുക്കാം? ഫസ്റ്റ് സ്റ്റെപ്പ് പ്രൈസ് ഓഫ് 1 kilogram ഒക്ര എത്ര വരും? 30 rupees. അങ്ങനെയാണെങ്കിൽ പ്രൈസ് ഓഫ് 2.5 kilogram ഒക്ര എന്ത് വരും? 2.5 times 30 which is equal to 2/1/2 into 30 which is equal to ഈ 2/1/2 എന്താക്കി മാറ്റണം? ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി മാറ്റണം. എന്ത് വരും? 5/2 into 30 which is equal to 150/2 which is equal to 75 rupees. ഓക്കെ, ഇനി എങ്ങനെയാണ് ഈ 2/1/2-നെയൊക്കെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കുന്നത്? എങ്ങനെയാണ് നോക്കണേ? ഒരു മിക്സഡ് ഫ്രാക്ഷൻ തന്നാൽ അന്ന് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കാൻ ഈ നമ്പറേ ഇൻറ്റു അതേ ഇൻറ്റു 2, ഇവിടുത്തെ ഡിനോമിനേറ്റർ എന്താണോ അത് പ്ലസ് ഇവിടുത്തെ ന്യൂമറേറ്റർ എന്താണോ അത് ഡിവൈഡഡ് ബൈ ഇവിടുത്തെ ന്യൂമറേറ്റർ അതുപോലെ എഴുതുക. അപ്പോൾ എന്ത് വരും? 4 + 1/2 which is equal to 5/2. കണ്ടല്ലോ എങ്ങനെയാണ് മാറ്റുന്നതെന്ന്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. എ മോൻ വാക്സ് 1.5 kilometers in 1 hour.
ഹൗ മെനി കിലോമീറ്റേഴ്സ് ഡസ് ഹി വാക്ക് ഇൻ 1.5 hours അറ്റ് ദിസ് സ്പീഡ്? ഒരു മനുഷ്യൻ 1 മണിക്കൂർ കൊണ്ട് 1.5 കിലോമീറ്റർ നടക്കും. അങ്ങനെയെങ്കിൽ 1.5 മണിക്കൂർ കൊണ്ട് എത്ര കിലോമീറ്റർ നടക്കും? അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ എന്ത് എഴുതാം? ആദ്യം എഴുതാം. ഡിസ്റ്റൻസ് ഇൻ 1 hour. അയാൾ 1 മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കുന്ന ഡിസ്റ്റൻസ് ഇൻ 1 hour. 1 മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം എത്രയാ? 1.5 കിലോമീറ്റർ. ശരിയല്ലേ? ഓക്കെ, 1.5 കിലോമീറ്റർ. 1 മണിക്കൂർ കൊണ്ട് 1.5 കിലോമീറ്റർ കിട്ടുമെങ്കിൽ ഡിസ്റ്റൻസ് ഇൻ 1.5 hour എന്ത് പറയാം? 1 മണിക്കൂർ കൊണ്ട് 1.5 കിലോമീറ്റർ. അപ്പോൾ 1.5 hour കൊണ്ടാണല്ലോ. 1.5 times 1.5 which is equal to 1.5 into 1.5 which is equal to 1.5 ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കിയാൽ 3/2. ഇതിനെ 3/2 which is equal to 9/4 which is equal to 1/4 കിലോമീറ്റർ. അപ്പം എന്ത് കിട്ടി? 1.5 മണിക്കൂർ കൊണ്ട് അയാൾ 2.25 കിലോമീറ്റർ പോകും. അല്ലെ, മനക്കണക്കായിട്ട് ആലോചിച്ചാൽ 1 മണിക്കൂർ കൊണ്ട് 1.5 കിലോമീറ്റർ പോകും. അങ്ങനെയാണെങ്കിൽ അരമണിക്കൂർ കൊണ്ടോ 3/4 കിലോമീറ്റർ. 1.5യുടെ പകുതി 3/4. ഇനി അപ്പോൾ 1 മണിക്കൂർ കൊണ്ട് 1.5യും അരമണിക്കൂർ കൊണ്ട് 3/4 ആണെങ്കിൽ 1.5 + 3/4 2.25. സിമ്പിൾ, മനക്കണക്കായിട്ടും കണ്ടുപിടിക്കാം. ഓക്കെ, താങ്ക് യു.